ഒമാനിലേക്ക് പോയാൽ മസ്കത്തിൽ ഈ ഗതാഗത കുരുക്ക് വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഒഴിവാക്കാൻ യാത്രക്കാരോട് കാർ പൂളിംഗ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി. ഒന്നിലധികം പേർ ടാക്സി പോലുള്ളവയിൽ യാത്ര ചെയ്യണമെന്നാണ് മുനിസിപ്പാലിറ്റി നിർദ്ദേശിക്കുന്നത്. മസ്കത്തിലെ ദൈനംദിന യാത്രകളുടെ 97% സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചാണ് എന്നാണ് പഠനം. 72% പേരും യാത്ര ചെയ്യുന്നത് ഒറ്റക്കാണെന്നും മുനിസിപ്പാലിറ്റി നടത്തിയ ഈ ട്രാഫിക് സ്റ്റഡിയിൽ പറയുന്നുണ്ട്. അലി കുട്ടായിയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. അലി, എന്താണ് ഈ കാർ പൂളിംഗ് സംവിധാനം? അമൃത, കാർ പൂളിംഗ് സംവിധാനം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പേർ ഒരുമിച്ച് ഒരു കാറിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനാണ് കാർ പൂളിംഗ് സംവിധാനം എന്ന് പറയുന്നത്. ഇത് മസ്കത്ത് പോലുള്ള അല്ലെങ്കിൽ ഒമാൻ പോലുള്ള ഒരു രാജ്യത്ത് അത്ര സുലഭമല്ല. മറ്റുള്ള രാജ്യങ്ങളിൽ ഇതുണ്ട്. പക്ഷേ മസ്കത്തിൽ ഈയിടെയായി ഗതാഗത കുരുക്ക് രൂക്ഷമാവുന്ന സാഹചര്യമുണ്ട്. GCCയിലെ മറ്റു നഗരങ്ങളെ അപേക്ഷിച്ച് മസ്കത്തിൽ കുറവാണെന്നുണ്ടെങ്കിലും വീക്കെൻഡ് പോലുള്ള ഘട്ടങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രാഫിക് കുരുക്കുകളും അതുപോലെ തന്നെ കാർബൺ ബഹിർഗമനവും ഉണ്ടാകുന്നുണ്ട് എന്ന് മുനിസിപ്പാലിറ്റി നടത്തിയ സ്റ്റഡിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വദേശികളോടും അതേപോലെ തന്നെ താമസക്കാരോടും മുനിസിപ്പാലിറ്റി അഭ്യർത്ഥിക്കുന്നത് കാർ പൂളിംഗിലേക്ക് മാറണമെന്നാണ്. അതായത് ഷെയർ ടാക്സി പോലുള്ള വാഹനങ്ങളിൽ ഒന്നിലധികം പേർ ജോലി സ്ഥലത്തേക്കോ അതുപോലെ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നതിനോ നിങ്ങൾ അങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. മസ്കത്തിൽ 97% പേരും സ്വകാര്യ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ 72% പേരും ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്. അവരുടെ ജോലി സ്ഥലത്തേക്ക് ഏകദേശം 15 മിനിറ്റ് 20 മിനിറ്റ് ഉള്ള ദൂരസ്ഥലത്തേക്ക് പോലും അവരെല്ലാവരും ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്. ഇത് വലിയ രീതിയിലുള്ള വാഹന പെരുപ്പവും ഗതാഗത കുരുക്കും മസ്കത്ത് മുനിസിപ്പാലിറ്റിയിലും മസ്കത്ത് ഗവൺമെന്റിന്റെ വിവിധ ഇടങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്നാണ് മുനിസിപ്പാലിറ്റി അറിയിക്കുന്നത്. മുനിസിപ്പാലിറ്റി നടത്തിയ സ്റ്റഡിയിലാണ് ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 18 ലക്ഷത്തോളം വാഹനങ്ങളാണ് 2025ഓടെ മസ്കത്ത് ഒമാനിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 14 ലക്ഷത്തോളം സ്വകാര്യ വാഹനങ്ങളാണ്. അതായത് വാഹനങ്ങളുടെ പെരുപ്പം വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാർ പൂളിംഗിലേക്ക് മാറി ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് മുനിസിപ്പാലിറ്റി പൊതുജനങ്ങളോട് ഈ കാർ പൂളിംഗ് സംവിധാനത്തിലേക്ക് മാറുകയാണെങ്കിൽ അലി, എത്രത്തോളം ഈ ഗതാഗത കുരുക്കിന് അല്ലെങ്കിൽ ഈ ഗതാഗതം കൂടുതൽ നിരത്തിൽ ഇപ്പോൾ അലി തന്നെ പറയുകയുണ്ടായല്ലോ, കൂടുതൽ ആളുകൾ ഒറ്റയ്ക്ക് ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് കണ്ടുവരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ എത്രത്തോളം കുറക്കാൻ കഴിയും ഈ ഒരു സംവിധാനം നിലവിൽ വരികയാണെങ്കിൽ? വലിയ അളവിൽ കുറക്കാനാവുമെന്ന് തന്നെയാണ് മുനിസിപ്പാലിറ്റി കണക്കാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 72% പേരും ഒരാളാണ് ഒരു വാഹനത്തിൽ, അതേപോലെ ഒരു കാറിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ തങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. കാർപൂളിംഗ് സംവിധാനത്തിലേക്ക് വന്നാൽ അതിൽ ഒന്നിലധികം പേർ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് വലിയൊരളവിൽ കുറക്കാനാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമ്മൾ മറ്റു GCC രാജ്യങ്ങളെ അപേക്ഷിച്ച് മസ്കത്തിൽ ഗതാഗത കുരുക്ക് കുറവാണെന്നുണ്ടെങ്കിലും വീക്കെൻഡ് പോലുള്ള, അതായത് വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിലും ശനിയാഴ്ച വൈകുന്നേരങ്ങളിലും വലിയ രീതിയിലുള്ള ട്രാഫിക് മസ്കത്തിലെ അൽഖുവറിലും ബൗഷർ പോലുള്ള നഗര പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് കുറക്കുക എന്നത് കൂടിയാണ്, അതുപോലെ തന്നെ കാർബൺ ബഹിർഗമനം കുറക്കുക എന്നത് കൂടിയാണ് മസ്കത്ത് മുനിസിപ്പാലിറ്റി ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ കാർ പൂളിംഗിലോട്ട് മാറിയാൽ വലിയൊരളവിൽ ഈ ഗതാഗത കുരുക്ക് കുറക്കാനാവുമെന്ന് തന്നെയാണ് മസ്കത്ത് മുനിസിപ്പാലിറ്റി കണക്കാക്കുന്നത്. മസ്കത്ത് മുനിസിപ്പാലിറ്റി നടത്തിയ സ്റ്റഡിയിലാണ് ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 97% വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. മസ്കത്ത് നഗരത്തിൽ മുവാസലത്ത് പോലുള്ള പൊതുഗതാഗത സംവിധാനങ്ങളുണ്ട്. കൂടുതലായ ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മുവാസലത്ത് ബസ് സർവീസ് മസ്കത്തിന്റെ നഗര പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ടും ഉള്ളത്. കുറേ ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ആളുകൾ ഈ പൊതു സംവിധാനങ്ങളിലേക്കും അതുപോലെ തന്നെ ഷെയർ ടാക്സികളിലേക്കും മാറുകയാണെങ്കിൽ ഗതാഗത കുരുക്കിന് വലിയൊരളവിൽ പരിഹാരം കാണാനാവുമെന്ന് തന്നെയാണ് മുനിസിപ്പാലിറ്റി കണക്ക് കൂട്ടുന്നത്.